മിനിറ്റുകൾക്കുള്ളിൽ ലേബർ റൂം ഡോർ തുറന്നു. ധ്രുവിയുടെ പേരും വിളിച്ച് 2 നേഴ്സുമാർ പുറത്തേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും അവരുടെ അടുത്തേക്ക് ചെന്നു. ട്രീസ കൊടുത്ത ടർക്കിയും വാങ്ങി ക്രിസ്റ്റി സിസ്റ്ററിന് നേരെ കൈനീട്ടി. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പഞ്ഞിക്കെട്ട് പോലുള്ള കുഞ്ഞിനെ ക്രിസ്റ്റി ഏറ്റുവാങ്ങി. മറ്റൊരാളെ ജോണും വാങ്ങി. എല്ലാവരും കുഞ്ഞുങ്ങളെ നോക്കി. ഇളം റോസ് നിറത്തിൽ നിറയെ കൺപീലികളുമായി, പഞ്ഞിക്കെട്ട് പോലെ മൃദുലമായ മുടിയിഴകളുമായി 2 മാലാഖ കുഞ്ഞുങ്ങൾ. ചുണ്ടിന് മുകളിൽ കുഞ്ഞി പൊട്ടുപോലെയുള്ള കറുത്ത മറുക് വരെ 2 പേർക്കും ഒരുപോലെ. ഐഡൻറ്റിക്കൽ ട്വിൻസ്. ക്രിസ്റ്റി ഇളം റോസ് നിറമാർന്ന ആ കുഞ്ഞി നെറ്റിത്തടത്തിൽ തൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. ക്രിസ്റ്റിയുടെ ചുണ്ടിൻ്റെ ചൂടറിഞ്ഞതുപോലെ കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി കുഞ്ഞിക്കൈകൾ 2 അല്പം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ കുഞ്ഞ് ക്രിസ്റ്റിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പതുങ്ങിക്കിടന്നു. ക്രിസ്റ്റി കുഞ്ഞിനെ കുരിയച്ചൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ജോണിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിളം നെറ്റിയിൽ ചുണ്ടു പതിപ്പിച്ചു. അപ്പോഴേക്കും കുരിയച്ചൻ്റെ കയ്യിലിരുന്ന് കുഞ്ഞൊന്ന് ചിണുങ്ങി. ആദ്യത്തെ ചിണുങ്ങൽ മാറിയതും കരച്ചിൽ കുറച്ച് ഉച്ചത്തിലായി. അതോടെ ക്രിസ്റ്റിയുടെ കയ്യിലിരുന്ന ആളും കരച്ചിൽ തുടങ്ങി. സിസ്റ്റർമാർ വന്ന് കുഞ്ഞുങ്ങളെ 2ഉം വാങ്ങി. ധ്രുവിക്ക് എങ്ങനെയുണ്ട്? ക്രിസ്റ്റി സിസ്റ്ററിനോട് ചോദിച്ചു. കുഴപ്പമില്ല, മയക്കം വിട്ടുണർന്നു. പാലും കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അപ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കോ. സിസ്റ്റർ അത് പറഞ്ഞ് അകത്തേക്ക് പോയി. ലിസിയും മാത്യൂസും കൂടി ക്യാൻറ്റീനിലേക്ക് പോയി. കുരിയച്ചൻ ക്ലാരയെ വിളിച്ച് ധ്രുവി പ്രസവിച്ച കാര്യം പറഞ്ഞു. വീട്ടിൽ പിള്ളേർ 3 ഒറ്റയ്ക്കേ ഉള്ളൂ, അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. ടെല്ല എഴുന്നേറ്റ് താഴേക്ക് വന്നപ്പോൾ അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ ചെന്ന് നോക്കി, അവിടെയും ആരുമില്ലായിരുന്നു. എല്ലാവരും കൂടി എവിടെ പോയി എന്നാലോചിച്ച് തിരികെ ഹാളിലേക്ക് നടക്കുമ്പോഴാണ് ഓടിപ്പിടിച്ച് സ്റ്റെയർ ഇറങ്ങി വരുന്ന ആൽബിയെയും മാൽവിയെയും കണ്ടത്. എന്താ ചാച്ചാ? 2ൻ്റെയും ധൃതി കണ്ട് സ്റ്റെല്ല ചോദിച്ചു. ധ്രുവി എന്തേ? ആൽബി ചെറുകിതപ്പോടെ ചോദിച്ചു. ഇവിടെ നമ്മളല്ലാതെ വേറെ ആരുമില്ലെന്ന് തോന്നുന്നു. സ്റ്റെല്ല ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഇത് കണ്ട? ആൽബി ഫോൺ സ്റ്റെല്ലയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ജോണിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ്, ക്രിസ്റ്റിയുടെ മാലാഖ കുഞ്ഞുങ്ങൾ, അതിന് പുറകെ തന്നെ ഷെറിൻ്റെയും ക്രിസ്റ്റിയുടെയും സ്റ്റാറ്റസ്. ഇതപ്പോ? സ്റ്റെല്ല ഒരു അതിശയത്തോടെ സ്റ്റെല്ല ചോദിച്ചു. ഈ വീട്ടിൽ കിടന്നുറങ്ങിയ ഞങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയാനാ കൊച്ചേ? ആൽബി നെടുവീർപ്പോടെ പറഞ്ഞു. 2ഉം കൂടി ഇങ്ങനെ നോക്കി നിൽക്കാതെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്ക്. സ്റ്റെല്ല പറഞ്ഞപ്പോൾ തന്നെ ആൽബി ക്രിസ്റ്റിയെ വിളിക്കാൻ ഒരുങ്ങി. ആ സമയം തന്നെ പുറത്തൊരു കാറ് വന്ന് നിന്നു. ക്ലാരയും ജോണും കൂടെ പുറത്തേക്കിറങ്ങി. സ്റ്റെല്ല സ്പെയർ കീ വെച്ച് അകത്തുനിന്ന് ഡോറ് തുറന്നു കൊടുത്തു. ആഹാരം പോലും കഴിക്കാതെ കുളിയും കഴിഞ്ഞ് എല്ലാം ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഇവളെന്താടാ ഇവിടെ? ധ്രുവിയെ വീൽ ചെയറിലിരുത്തി റൂമിലേക്ക് കൊണ്ടുവരുന്ന ലിൻഡയെ കണ്ട് ജോൺ ക്രിസ്റ്റിയോട് ചോദിച്ചു. നേഴ്സല്ലേ? അപ്പോൾ ഇവിടെ ആയിരിക്കും ജോലി. ക്രിസ്റ്റി നിസ്സാരമട്ടിൽ പറഞ്ഞുകൊണ്ട് ധ്രുവിക്കരികിലേക്ക് ചെന്നു. കർത്താവിൻ്റെ ഓരോ കളികളെ. കല്യാണത്തിൻ്റെ അന്ന് നിന്നെ ഇട്ടിട്ട് പോയവൾ ദാ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ് നിൻ്റെ ഭാര്യയെ റൂമിൽ കൊണ്ടുചെന്നാക്കുന്നു. ക്രിസ്റ്റിക്കൊപ്പം നടന്നുകൊണ്ട് ജോൺ പറഞ്ഞു. മാളിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം പിള്ളേര് പറഞ്ഞറിഞ്ഞതുകൊണ്ട് അപ്പന്മാരും അമ്മമാരും ഷെറിനുമെല്ലാം ലിൻഡയെ ദേഷ്യത്തോടെയാണ് നോക്കിയത്. ആരുടെയും മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാത്തതുപോൽ ലിൻഡയുടെ മുഖം താന്നിരുന്നു. റൂമിലെത്തിയപ്പോൾ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ ക്രിസ്റ്റി തന്നെ ധ്രുവിയെ സഹായിച്ചു. പതുക്കെ ബെഡിലേക്ക് ഇരുത്തി. ക്രിസ്റ്റിയുടെ ഒരു കൈയിൽ പിടിച്ചുകൊണ്ട് ധ്രുവി പതുക്കെ ബെഡിലേക്ക് കിടന്നു. മറ്റ് 2 നേഴ്സുമാർ ധ്രുവിയുടെ ഇരുവശത്തായി കുഞ്ഞുങ്ങളെ കിടത്തി. നേഴ്സുമാർ പുറത്തേക്ക് ഇറങ്ങിയതും ലിസയും ട്രീസയും കൂടി കുഞ്ഞുങ്ങളെ എടുത്ത് അപ്പന്മാരുടെ കയ്യിൽ കൊടുത്തു. ധ്രുവിയെ പതിയെ ബെഡിൽ എഴുന്നേൽപ്പിച്ചിരുത്തി ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി. ക്ഷീണിച്ച് ധ്രുവിയുടെ മുഖത്തേക്കായിരുന്നു ക്രിസ്റ്റിയുടെ നോട്ടം. ധ്രുവിയും ഇടയ്ക്ക് ക്രിസ്റ്റിയെ നോക്കുന്നുണ്ട്. കഞ്ഞി കൊടുത്തു കഴിഞ്ഞ് ധ്രുവിയെ ബെഡിലേക്ക് തന്നെ കിടത്തി. കുഞ്ഞുങ്ങളെ ധ്രുവിയുടെ ഇരു സൈഡിലും കിടത്തി. എല്ലാവരും ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ച് ക്രിസ്റ്റിക്ക് കഴിക്കാനുള്ളത് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ക്രിസ്റ്റി ഡോർ ചാറി ധ്രുവി കിടന്ന ബ്രെഡിനരികിലേക്ക് ചെയറിട്ടിരുന്നു. കുഞ്ഞാ? ക്രിസ്റ്റി വിളിച്ചതും ധ്രുവി ഒരു കൈ ക്രിസ്റ്റിയുടെ കവളിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ചെറുതായി ചിരിച്ചു. ഒത്തിരി വേദനിച്ചല്ലേ എൻ്റെ കുഞ്ഞിന്? തൻ്റെ കവളിലിരുന്ന ധ്രുവിയുടെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ഒരുപാട് വേദനിച്ചു. നമ്മുടെ മക്കളെ കണ്ടപ്പോൾ ആ വേദനയെല്ലാം മാറി. ധ്രുവി ചെറു ചിരിയോടെ പറഞ്ഞു. നീ ഓക്കെ അല്ലേ കുഞ്ഞാ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ക്രിസ്റ്റി ചെറിയ ടെൻഷനോടെ ചോദിച്ചു. സ്റ്റിച്ച് കിടക്കുന്നതിൻ്റെ ചെറിയ വേദനയുണ്ട്, അല്ലാതെ എനിക്കൊരു കുഴപ്പവും ഇല്ലച്ചാ. മണിക്കൂറുകളോളം വേദനയെടുത്ത് കരഞ്ഞവൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ക്രിസ്റ്റിക്ക് അതിശയം തോന്നി. 1000 എല്ലുകൾ ഒന്നിച്ചൊടിയുന്ന വേദനയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി അതുവരെ അനുഭവിച്ച വേദനകൾ ഒരു പുഞ്ചിലയിലേക്ക് മാറുന്നത് ആദ്യമായി തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴാണ്.
തൻ്റെ കുഞ്ഞ് കരയുമ്പോൾ ഒരമ്മ ചിരിക്കുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അത് ആ കുഞ്ഞ് ജനിക്കുന്ന ദിവസമായിരിക്കും. കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിൽ അതൊരുപാട് വിലപ്പെട്ടതാണ്. സൃഷ്ടാവായ ഈശ്വരൻ സ്ത്രീക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹം, മരണത്തെ മുഖാമുഖം കാണുന്ന പ്രസവം.